അച്ഛൻ്റെ കളക്ഷൻസ് ആണ്. പോകുമ്പോൾ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. ചുമ്മാ ഇവിടെ ഇട്ട് പൊടി പിടിപ്പിക്കാനായിട്ട്. ഇത് കണ്ടോ, അമ്മയുടെ ഡയറിയാ. പണ്ട് എനിക്ക് അച്ഛൻ ഒരുപാട് തവണ വായിച്ച് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടിരിക്കാൻ. എന്ത് ഭംഗിയായിട്ട് അമ്മ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കണേന്നറിയോ. വലിയ സ്നേഹമായിരുന്നു രണ്ടുപേരും. അമ്മയെ കണ്ടിട്ടുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. നിനക്കറിയാലോ, അച്ഛനാണ് എനിക്കെല്ലാം. കളിയും ചിരിയും ബഹളമായിട്ട് ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചുണ്ടാവും. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നും ബെല്ലടിക്കുന്നതിന് മുന്നേ അച്ഛൻ ഗേറ്റിന് മുന്നിലുണ്ടാവും. കോളേജിൽ പോണവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ അച്ഛൻ ഡെയിലി ഫുഡായിട്ട് ഉച്ചയ്ക്ക് വരും. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കളിയാക്കലും ഒക്കെ കാരണം ഞാൻ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് നിർത്തി. ഓഫീസിൽ പോയി തുടങ്ങിയപ്പോഴും അച്ഛൻ ആ പതിവ് തുടങ്ങി. കൊളീഗ്സിൻ്റെ കളിയാക്കലും ഒരുമാതിരി സംസാരമൊക്കെ കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഭാരമായിരുന്നു അപ്പം അച്ഛൻ്റെ സ്നേഹം. എന്നുവെച്ചാൽ എപ്പോഴും നമ്മളുടെ കൂടെ നടക്കുന്ന ഒരു ഫീല്. ഒരു ദിവസം അച്ഛൻ ഓഫീസിൽ വന്നപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അച്ഛനെ കുറേ ചീത്ത പറഞ്ഞു. അപ്പോഴത്തെ മാനസികാവസ്ഥയും ദേഷ്യമൊക്കെ കാരണം പറ്റിപ്പോയതാ. ചെയ്യാൻ പാടില്ലായിരുന്നു. അന്ന് കരഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയേ. രാത്രി അച്ഛൻ എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറഞ്ഞിരുന്നത്രേ, മോളെ പൊന്നു പോലെ നോക്കണം, അമ്മയെ സ്നേഹിച്ച പോലെ എപ്പോഴും കൂടെ ഉണ്ടാവും. എനിക്ക് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാം കേട്ടിരുന്നു, കുറേ കാര്യങ്ങൾ. ഒരു സോറി പറയാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയില്ല. മുറ്റത്ത് വീണ് കിടക്കണ അച്ഛനെയാണ് ഞാൻ പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. സത്യമാണ്. ഇപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛനെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഈ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ നാളെ ഇങ്ങോട്ട് വരാൻ എനിക്കൊരു കാരണമില്ല. എന്നെ കാത്തിരിക്കാൻ ഇവിടെ ആരുമില്ല. ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ട് എന്നെ എടങ്ങാറാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു നേരെങ്കിലും എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ, അമ്മ സ്നേഹിക്കണ പോലെ ഞാനും എൻ്റെ അച്ഛനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. എടാ, നീ ഈ ബാഗ് ഒന്ന് വണ്ടിയിലേക്ക് വെക്കോ, ഞാനിപ്പോൾ വരാം.